ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് റിവെഞ്ച് ലവിൻ്റെ 22ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത് ഷീഷോങ് ഇപ്പോഴും നമ്മൾ ഷെങ്ങിൻ്റെ അച്ഛൻ്റെ കൂടെ ആ ഒരു വീട്ടിൽ നിൽക്കുന്നതാണ്. അവന് വല്ലാണ്ട് ബോറടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി വാച്ച് വഴി അവനാണെങ്കിൽ ഒരു കോഡ് സെൻഡ് ചെയ്തത് ചെങ്ങിന് മനസ്സിലായിട്ടുണ്ടായിരിക്കും. അവനുടനെ തന്നെ വരാൻ സാധ്യതയുണ്ടെന്ന് കരുതിയിട്ട് അവനാണെങ്കിൽ ഫ്രണ്ട് വശത്തെ ഡോറിൻ്റെ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതേസമയം ആരോ ഒരാൾ അതുവഴി കയറി വരാൻ പോകുന്നതായിട്ട് അവൻ ശബ്ദം കേൾക്കുന്നുണ്ട്. ചെങ്ങായിരിക്കും ഇത്ര പെട്ടെന്ന് കോഡ് മനസ്സിലാക്കിയിട്ട് തന്നെ രക്ഷിക്കാൻ വന്നതാണെന്ന് കരുതി പോയി നോക്കുമ്പോൾ അത് ചെങ്ങായിരുന്നില്ല, ചെങ്ങിൻ്റെ അച്ഛനായിരുന്നു. ഇവനിങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നുണ്ടിട്ട് അച്ഛനാണെങ്കിൽ എന്ത് പറ്റി, എസ്കേപ്പ് ആകാൻ വല്ല ശ്രമിച്ചാണോ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അവനാണെങ്കിൽ ഞാനങ്ങനെ ചെയ്യും തോന്നുന്നുണ്ടോ, അല്ല നിങ്ങൾ എപ്പോഴാണ് എന്നെ തിരിച്ച് വിടാൻ പോകുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നീ എപ്പോഴാണോ ചെങ്ങുമായിട്ട് എല്ലാ ബന്ധം അവസാനിപ്പിക്കുന്നത് അന്ന് ഞാൻ നിന്നെ വിടാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ശീശോങ്ങാണെങ്കിൽ അപ്പോൾ അത്രയും കാലം ഞാൻ ഇവിടെ നിൽക്കുമല്ലേ, അതിൻ്റെ അർത്ഥം ജീവിതാലമ്പത്തെ ഞാനിവിടെ ഉണ്ടാവുന്ന, നിങ്ങൾക്ക് അപ്പോൾ അത്രയും കാലം എനിക്ക് കമ്പനി തരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അവനാണെങ്കിൽ എനിക്ക് ബോറടിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അയാളപ്പോൾ നിനക്ക് അത്രയും ബോറാവുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ബിസിനസ് ട്രിപ്പിന് പോകുന്നുണ്ട്, നീ എൻ്റെ കൂടെ വരാനായിട്ട് പറയുന്നുണ്ട്. അവനപ്പോൾ അയ്യോ എനിക്കിപ്പോൾ തീരെ ബോറടിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ അയാളാണെങ്കിൽ അവനെയും കൊണ്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നുണ്ടായിരുന്നു. അപ്പം തന്നെയായിരുന്നു ആ ഒരു ട്രിപ്പിന് പോവേണ്ടതും. ലഗേജൊക്കെ എടുത്ത് ഇറങ്ങുന്ന ടൈമിന് എങ്ങനെയെങ്കിലും ചെങ്ങ വീട്ടിലെത്തുന്നവരെ അവന് വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെ എനിക്ക് വയറുവേദനിക്കുന്നു, ഒരു 5 മിനിറ്റ് ഇറങ്ങിയിട്ട് ഇവൻ ബാത്റൂമിലേക്ക് പോവാണ്. അതേസമയം ചെങ്ങ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ചെങ്ങ് വീടിൻ്റെ ഫ്രണ്ട് വശത്തെത്തിയപ്പോൾ 2 ഗാർഡ്സ് ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. സാധാരണ അവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. കാരണം ഈ ഗാർഡ്സിനെ കാണുമ്പോൾ ശീശോങ് അവിടെ തന്നെ ഉണ്ടാകുമെന്നൊരു തോന്നല് ചെങ്ങിന് വരാണ്. അങ്ങനെ ചെങ്ങ് നേരെ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇതേസമയം ശീശോങ് വാഷ്റൂമിൽ നിന്നിട്ട് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം, ഇല്ലെങ്കിൽ പെട്ട് പോകുമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്. അതേസമയം ചെങ്ങ് ആ ഒരു ഗാർഡ്സിനെ കടിച്ചിട്ടിട്ട് വീട്ടിൻ്റെ അകത്ത് കയറുന്നുണ്ടായിരുന്നു. ശീശോ അങ്ങനെ കാണിക്കുവാണെങ്കിൽ അവൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് ബാത്റൂമിൻ്റെ സൈഡിലുള്ള ആ ഒരു ജനലിൻ്റെ അവിടെ പോയി നോക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബോഡി ഗാർഡ്സിനെ ആരോ അടിച്ചിട്ടൊക്കെയാണ്. ചെങ്ങാണെന്നൊന്നും ഇവന് മനസ്സിലാവുന്നില്ല. ഇവനെന്തായാലും അത് തന്നെ അവസരമെന്ന് എഴുതിയിട്ട് ജനൽ വഴി ചാടുവാണ്. ഇതേസമയം ചെങ്ങാണി വീട്ടിനകത്ത് കയറിപ്പോയിട്ട് അവൻ്റെ അച്ഛൻ്റെ അടുത്ത് നിങ്ങളൊരു അച്ഛൻ കാണിക്കുന്ന പരിപാടിയാണോ കാണിക്കുന്നത്, നിങ്ങൾ എന്തൊരു മനുഷ്യനായെന്നെങ്കിലും ചോദിച്ചിട്ട് ഇയാളുടെ അടുത്ത് ചാടി കടിക്കാൻ നിൽക്കുകയാണ്. അതേസമയം ശീശോങ് അവിടെ നിന്ന് ചാടിയിട്ട് കാല് ഉളുക്കിക്കൊണ്ട് പതുക്കെ ഇറങ്ങി എസ്കേപ്പ് ആവുന്നുണ്ടായിരുന്നു. അത് ചെങ്ങ് കാണുന്നുണ്ട്. ശീശോങ് അപ്പോൾ ശബ്ദം ഉണ്ടാക്കല്ലേ, ഞാൻ പുറത്തേക്ക് ഇറങ്ങാണെന്ന് ആക്ഷൻ കാണിക്കുകയാണ്. ചെങ്ങിൻ്റെ അച്ഛൻ ശീശോങ് എസ്കേപ്പ് ആവുന്നത് കാണാതിരിക്കാനായിട്ട് ഇത്രയും നേരം ദേഷ്യപ്പെട്ടുകൊണ്ടിരുന്ന നമ്മുടെ ചെങ്ങ് ഇപ്പോൾ അച്ഛനെ സ്നേഹിക്കുന്ന പോലെ അച്ഛൻ്റെ മുടിയൊക്കെ നരച്ചല്ലോ, ഞാനതൊക്കെ എടുത്ത് മാറ്റാനായിട്ട് സഹായിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. ശീശോങ് അവിടെ നിന്ന് പോയെന്ന് ഉറപ്പ് വന്നപ്പം ഇവനും ഇറങ്ങി പോവാണ്. അതേസമയം മറ്റൊരു ഗാർഡ് വന്നിട്ട് ശീശോങ് എസ്കേപ്പ് ആയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛന് മനസ്സിലായി രണ്ടും കൂടെ പ്ലാൻ ചെയ്തതാണെന്ന്. അതിനുശേഷം ശീശോങ്ങും ചെങ്ങും കൂടെ തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഓൾറെഡി അവിടെ ചെങ്ങും ജിയാങ്ങും നിൽപ്പുണ്ടായിരുന്നു. ജിയാങ്ങും ശീശോങ്ങും പരസ്പരം കണ്ടപ്പോൾ തന്നെ ഞാൻ തന്നെ മിസ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം ജിയാങ് പറയുന്നുണ്ട് നീ അയച്ചു തന്ന ആ ഒരു കോഡ് അത് ഡീകോഡ് ചെയ്തെടുത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിപ്പിച്ചത് ഞാനാണ്, പിന്നെ ഇവൻ്റെ അച്ഛനാണെങ്കിൽ എന്ത് വൃത്തിയിട്ട മനുഷ്യനാണെന്ന് പറയുന്നുണ്ട്. ആ സമയം ശീശോങ്ങ് ഇല്ല അങ്ങനെയൊന്നുമില്ല, അവൻ്റെ അച്ഛൻ എന്നെ ഒന്നും ചെയ്തില്ല, എന്നെ പിടിച്ചുകൊണ്ടുപോയ 3 ആൾക്കാരില്ലേ അവന്മാരാണ് എന്നെ അടിക്കുക ചെയ്തതെന്ന് പറയുന്നുണ്ട്. അതേസമയം ജിയാങ് ഒന്നിനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയുമ്പോൾ എങ്ങുവാണെങ്കിൽ നീ അതിൽ ഇടപെടാതെ അത് അവരെ കാര്യമല്ലേ, നീ ഇങ്ങോട്ടേക്ക് വരാനായിട്ട് പറയുന്നുണ്ട്. ജിയാങ് അപ്പോൾ എത്ര ധൈര്യം ഉണ്ടെങ്കിൽ നീ എൻ്റെ അടുത്ത് ദേഷ്യപ്പെടും ചോദിച്ചിട്ട് ചെങ്ങിൻ്റെ ചെവിനെ പിടിച്ച് വലിക്കാനായിട്ട് പോകുന്നുണ്ട്. അതേസമയം ശീശോങ് ചെങ്ങാണെങ്കിൽ സൈഡിലോട്ട് പിടിച്ചിരുത്താണ്. ശീശോങ് അപ്പോൾ എൻ്റെ ദേഹത്ത് എന്തൊരു സ്മെല്ലുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല നീ നന്നായിട്ട് തന്നെ ഇരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ശീശോങ്ങിനെ ചെങ്ങ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും ഒരുമിച്ച് ബാട്ടബിലിരുന്ന് കുളിക്കുവാണ്. ആ സമയം ശീശോങ് പറയുന്നുണ്ട് എനിക്കതിന് വലിയ മുറിവുകളൊന്നും പറ്റിയില്ല, ചെറിയ 2-3 സ്ക്രാച്ചസ് കയ്യിലും കാലിലും, വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ പതയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം ചെങ്ങാണെങ്കിൽ നീ ഒത്തിരി കഷ്ടപ്പെട്ടല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ ശീശോങ് ഇല്ല അങ്ങനെയൊന്നുമില്ല, നല്ല രസമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ചെങ്ങപ്പോൾ നീ എനിക്ക് ആ വാച്ചിൽ അയച്ച കോഡ് ശരിക്കും നീ എന്താണ് അതുവഴി ഉദ്ദേശിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഹൗസ് നമ്പർ 520 ബ്ലോക്ക് 8 എന്നൊക്കെയാണ് ഉദ്ദേശിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് വീടിൻ്റെ അഡ്രസ്സാണ് അവൻ ടൈപ്പ് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ചെങ്ങപ്പോൾ എനിക്കത് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. ശീശോങ് അപ്പോൾ ജിയാങ്ങിന് പോലും മനസ്സിലായില്ല, അപ്പോൾ പിന്നെ നിനക്ക് മനസ്സിലാവുന്നുണ്ട് തോന്നുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും ചെങ്ങാണെങ്കിൽ ശരിയാ ആ സമയത്ത് എൻ്റെ ബുദ്ധി വർക്കായില്ല എന്ന് പറയുന്നുണ്ട്. ശീശോങ് അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വീടിനെ നോക്കുന്ന ഈ വീട്ടിലത്തെ ലീഡറായി മാറാം, ഓണറായി മാറാമെന്ന് പറയുന്നുണ്ട്. ചെങ്ങപ്പോൾ നീ എന്ത് വേണം ആയിക്കോളാൻ പറയുമ്പോൾ ശീശോങ്ങാണെങ്കിൽ എങ്കിൽ പിന്നെ ഇനി ലൈഫ് ലോങ് മൊത്തം നീയായിരിക്കും ബോട്ടം ഞാനായിരിക്കും ടോപ്പ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ വേറെ എന്തോ ഓക്കെ, പക്ഷേ ഇത് നടക്കത്തില്ല, ജീവിതകാലം മൊത്തം നീ തന്നെ അങ്ങ് ബോട്ടം ഇട്ടിരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ശീശോങ്ങാണെങ്കിൽ ഓഫീസിൽ വർക്ക് ചെയ്യുന്നതാണ്. ആ ടൈമിന് അവരെന്തൊരു ഡ്രോയിങ് ഒക്കെ കമ്പനിയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. അത് ശരിയാവാത്തതുകൊണ്ട് തന്നെ ശീശോങ്ങ തന്നെ ഇങ്ങനെ കയറി ചെയ്യുവാണ്. അപ്പോൾ അവനിങ്ങനെ ഒരു ഏണിയുടെ മുകളിൽ ഇങ്ങനെ കയറി ഇരുന്നിട്ടാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തന്നെ താഴേക്ക് ഇറങ്ങി വീഴും എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെ നിന്ന് അവൻ മൈൻഡ് ചെയ്യുന്നില്ല. ആ സമയം അങ്ങോട്ട് ചെങ്ങ് വരുന്നുണ്ട്. ഇവനിങ്ങനെ മുകളിൽ കയറി ഇരിക്കുന്നുണ്ടിട്ട് അവിടുത്തെ വർക്കേഴ്സിൻ്റെ അടുത്ത് എന്തിനാണ് അവനെ അവിടെ ചെയ്യാനായിട്ട് സമ്മതിച്ചു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അവരാണെങ്കിൽ ഞങ്ങൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞതാണ്, കേട്ടില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശീശോങ്ങ് ചെയ്ത് കഴിയുന്നതും ചെങ്ങാണെങ്കിൽ പതുക്കെ വിഴാതെ ഇറങ്ങി വരാനൊക്കെ പറഞ്ഞിട്ട്
പറഞ്ഞിട്ട് അവനെ പിടിച്ച് ഇറക്കുന്നുണ്ട്. എന്നിട്ട് അവനെയാണെങ്കിൽ വെയിലൊക്കെ കൊള്ളിക്കാതെ ഒരിടത്ത് കൊണ്ടിരുത്തുന്നുണ്ട്. അതൊക്കെ മനസ്സിലായിട്ട് ഷീഷോങ് ഭയങ്കര കെയറിങ് ആണല്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഒരു കോഡ് ജിയാങ് ആണെങ്കിൽ തെറ്റിച്ച് മനസ്സിലാക്കി എടുത്തുകൊണ്ട് തന്നെ നീ അവരുടെ എന്തൊരു പണി കൊടുത്തത് നീ കേട്ടല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങാണെങ്കിൽ അത് പിന്നെ ഞാനാണെങ്കിൽ ഒരു ട്രിക്ക് പ്രയോഗിച്ചിട്ട് ചെങ്ങുവിനെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ ജിയാങ്ങിന് ഒറ്റയ്ക്ക് തനിച്ച് ഒരു ടാക്സി ബുക്ക് ചെയ്ത് പോവേണ്ട സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. ആ സമയം ഷീഷോങ് ആണെങ്കിൽ നീ ജിയാങ്ങിന് ശരിക്കൊരു പാരയാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ജിയാങ്ങിനെയാണ്. അവനിപ്പോൾ വീട്ടിലിരിക്കുകയാണ്. അവനാണെങ്കിൽ ഷെങ്ങുവിനെ കോൾ ചെയ്യുന്നുണ്ട്. എന്നാൽ ചെങ്ങു കോൾ എടുക്കുന്നില്ല. ചെങ്ങു ആണെങ്കിൽ നമ്മുടെ ഷെങ്ങിൻ്റെ അച്ഛൻ്റെ കൂടെ ഇരുന്നിട്ട് അച്ഛൻ്റെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് അച്ഛനെ സോപ്പിട്ടുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ജിയാങ് ആണെങ്കിൽ കോൾ ചെയ്യുന്നത് അവ അറിയുന്നില്ല. അതുകൊണ്ട് തന്നെ കോൾ അറ്റൻഡ് ചെയ്യുന്നുമില്ല. കോൾ അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ട് ജിയാങ് ഒരുമാതിരിയായിട്ട് ഇരിക്കുന്നുണ്ട്. നൈറ്റാണെങ്കിൽ ഷീഷോങ്ങിനെയും ചെങ്ങിനെയും കാണിക്കുമ്പോൾ അവർ ഒരുമിച്ച് ബെഡിൽ ഇരിക്കുന്ന ടൈമിന് ചെങ്ങിൻ്റെ അമ്മ കോൾ ചെയ്തായിരുന്നു. കോൾ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ചെങ്ങ് പറയുന്നുണ്ട് അമ്മ വിളിച്ചിട്ട് പറഞ്ഞു കുറച്ച് ദിവസം കഴിയുമ്പോൾ അമ്മയാണെങ്കിൽ ചേച്ചീനെയും ചേച്ചിയുടെ മോനെയും കൊണ്ട് ഇനി തിരിച്ച് വരുമെന്ന്. ഈശോങ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനി കുറച്ച് ദിവസം വീട്ടിൽ പോയി നിൽക്കണമല്ലോ എന്ന് പറയുമ്പോൾ ചെങ്ങിൻ്റെ അടുത്ത് നിന്ന് റെസ്പോൺസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തോ വീട്ടിൽ പോകാൻ പ്ലാനൊന്നും ഇല്ലേ, അല്ലെങ്കിൽ എൻ്റെ കാര്യം പറഞ്ഞിട്ട് നീ നിൻ്റെ അച്ഛനും തമ്മിൽ അടിയാണ്, എനിക്ക് തോന്നുന്നത് നീ നിൻ്റെ അച്ഛൻ്റെ അടുത്ത് സോറി പറയണമെന്നാണെന്ന് പറയുമ്പോൾ ചെങ്ങാണെങ്കിൽ ഞാൻ എന്തിനു സോറി പറയണം, അയാളാണെങ്കിൽ നിന്നെ തട്ടിക്കൊണ്ട് പോയതല്ലേ എന്ന് പറയുന്നുണ്ട്. ശീശോങ് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും നിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് മര്യാദയ്ക്ക് എന്നാണ് പെരുമാറിക്കൊണ്ടിരുന്നത്, എനിക്ക് ആ വീട്ടിൽ ഒരു കുഴപ്പമില്ലായിരുന്നെന്ന് പറയുമ്പോൾ ചെങ്ങാണെങ്കിൽ പുറത്തുനിന്ന് കാണുമ്പോൾ എൻ്റെ അച്ഛൻ അങ്ങനെ തന്നെയാണ്, പക്ഷേ ശരിക്കും അയാൾ അങ്ങനെയൊന്നും അല്ലാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വീട്ടിലോട്ട് പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശീശോങ് ആണെങ്കിൽ നീ നിൻ്റെ പാരൻസുമായിട്ട് എൻ്റെ പേരും പറഞ്ഞ് അടി ഉണ്ടാക്കണമെന്ന് എനിക്ക് തീരെ താല്പര്യമില്ല, അതുകൊണ്ട് നീ പോയേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ചെങ്ങ് പിന്നെ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ശീശോങ് ആണെങ്കിൽ കള്ളക്കരച്ചിട്ട് കരയുമ്പോൾ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ചെങ്ങാണെങ്കിൽ ഓക്കെ ഞാൻ പൊക്കോളാം എന്ന് പറയുന്നുണ്ട്. ശീശോങ് ആണെങ്കിൽ നീ പേടിക്കണ്ട, ഞാനാണെങ്കിൽ നിൻ്റെ പാരൻസിനെ കൊണ്ട് നിൻ്റെ ഫാമിലിയിലേക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യിപ്പിക്കുമെന്നും പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ചെങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ ഓഫീസിൽ പോകാൻ റെഡിയായി ഇറങ്ങി നിൽക്കുമ്പോൾ കാറ് ബ്രേക്ക് ഡൗൺ ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അയാളുടെ അസിസ്റ്റൻ്റ് എന്ന് പറയുന്നുണ്ട് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം, പുതിയ കാർ ഉടനെ തന്നെ വരുമെന്ന്. ആ സമയം ചെങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. ചെങ്ങാണെങ്കിൽ അച്ഛനെ ഞാൻ കൊണ്ടുവിടാന്ന് പറയുന്നുണ്ട്. എന്നാൽ രണ്ടും തമ്മിൽ ചേർന്ന് പോകാത്തതുകൊണ്ട് തന്നെ അച്ഛനാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരത്തില്ല എന്ന് പറയാണ്. എന്ന് അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന അയാൾ പറയുന്നുണ്ട് കാറ് വരാനായിട്ട് കുറച്ച് ടൈം എടുക്കും, നിങ്ങൾ മകൻ്റെ കൂടെ ഓഫീസിൽ പോകുന്നതായിരിക്കും നല്ലതെന്ന്. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് കാറിലാണ് പോകുന്നത്. ആ സമയം ചെങ്ങ് നോക്കുമ്പോൾ അവൻ്റെ അച്ഛന് ചെറിയൊരു തലവേദന ഉള്ളതുപോലൊക്കെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്നലെ രാത്രി അയാൾ ഡ്രിങ്ക് ചെയ്തെന്ന് തോന്നുന്നു, ഹാങ് ഓവറിനുള്ള ആ ഒരു ഗുളിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നാൽ അയാളത് വാങ്ങുന്നില്ല. അങ്ങനെ പിന്നീട് ഓഫീസിലെത്തി കഴിയുമ്പോൾ ഇയാൾ മൈൻഡില്ലാതെ അങ്ങ് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഓഫീസിലുള്ള ആൾ നമ്മുടെ ചെങ്ങാണ് അയാളെ കൊണ്ടുവിട്ടതെന്ന് കാണുമ്പോഴത്തേക്കും ആ മോനാണല്ലോ കൊണ്ടുവിട്ടത് എന്നൊക്കെ പറയുന്നുണ്ട്. അയാളുടെ സന്തോഷത്തോടെ അതെ എൻ്റെ കാർ ബ്രേക്ക് ഡൗൺ ആയപ്പോൾ അവനാണെങ്കിൽ ഞാൻ ലേറ്റ് ആവാതിരിക്കാനായിട്ട് എന്നെ കൊണ്ടുവിട്ടതാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നുണ്ട്. ആ സമയം തന്നെ ചെങ്ങ് പെട്ടെന്നകത്തേക്ക് കയറി വന്നിട്ട് ആ ഒരു ഗുളിക വീണ്ടും കൊടുക്കുന്നുണ്ട്. നൈറ്റ് ടൈം ആകുമ്പോഴത്തേക്കും ജിയാങ്ങും ചെങ്ങിയും ഒന്ന് റൊമാൻറ്റിക്കായിട്ട് കിസ് ചെയ്യാനൊക്കെ ഇങ്ങനെ നിൽക്കുന്ന ടൈമിനാണ് അങ്ങോട്ടേക്ക് ഷീഷോയെ കയറി വന്നിട്ട് ഇവരുടെ കിസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പെട്ടെന്ന് ഷീഷോങ്ങനെ കാണുമ്പോൾ രണ്ടും കൊണ്ട് എന്താണ് നിനക്ക് നാണമില്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഷീഷോങ് അപ്പോൾ സോറി എന്നൊക്കെ പറഞ്ഞിട്ട് സോഫയിൽ കയറി ഇരിക്കുന്നുണ്ട്. ആ സമയം ചെങ്ങിയും ജിയാങ്ങും കൂടെ ഇവരെങ്ങനെ അകത്തേക്ക് കയറി വന്നത് എന്നിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് ചെങ്ങിയുവാണെങ്കിൽ നീ എങ്ങാനും ഡോർ ഓപ്പൺ ചെയ്യാനുള്ള പാസ്വേഡ് പറഞ്ഞു കൊടുത്തു നോക്കിപ്പോൾ ജിയാങ്ങാണെങ്കിൽ ഇല്ല, ഇനി നമ്മളെങ്ങാനും ഡോർ ലോക്ക് ചെയ്യാൻ മറന്നു പോയതായിരിക്കുമോ എന്നിങ്ങനെ പറഞ്ഞിട്ട് രണ്ടും കൂടെ അവിടെ റിഗ്രറ്റ് അടിക്കുന്നുണ്ട്. കാരണം ഇവൻ കയറി വന്നല്ലോ, ഇനി റൊമാൻറ്റിക് ആവാൻ പറ്റില്ലല്ലോ. ഇതേ സമയം ഷീഷോങ്ങാണെങ്കിൽ അവിടെ സോഫ ഇരുന്നിട്ട് ചെങ്ങിനെ എന്തോ കോൾ ചെയ്തിട്ട് ഞാനാണെങ്കിൽ ഇന്ന് ജിയാങ്ങിലൂടെയാണ് സ്റ്റേ ചെയ്യുന്നത്, നീ അവിടെ വീട്ടിൽ നിന്നോന്നൊക്കെ പറഞ്ഞിട്ട് കോൾ കിട്ടിയാണ്. ആ സമയം ഇവർ രണ്ടുപേരും കൂടെ ആയിട്ട് ഇവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കണ്ടിട്ട് ഷീഷു അങ്ങ് നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യണ്ട, നിങ്ങളുടെ റൊമാൻസ് കണ്ടിന്യൂ ചെയ്തോളാൻ പറയുമ്പോൾ ജിയാങ്ങാണെങ്കിൽ നീ ഇവിടെ ഇങ്ങനെ കയറിയിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ കണ്ടിന്യൂ ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. ആ സമയം ഷീഷു അങ്ങ് അങ്ങനെയാണല്ലേ, എങ്കിൽ ഓക്കെ ഞാനാണെങ്കിൽ ആ രണ്ടാമത്തെ റൂമില്ലേ അവിടെ പോകാമെന്ന് പറഞ്ഞിട്ട് ചെങ്ങിയുവാണെങ്കിൽ അപ്പം വന്നപ്പോൾ ജിയാങ്ങിന് വേണ്ടിയിട്ട് വാങ്ങിച്ചുകൊണ്ടെന്ന ഒരു ബ്ലാങ്കറ്റ് സോഫ ഇരിക്കുന്നുണ്ടായിരുന്നു, അതും എടുത്തുകൊണ്ടങ്ങ് പോവാണ്. ജിയാങ് അപ്പോൾ അതവ എനിക്ക് വേണ്ടി വാങ്ങിച്ചതാണെന്ന് പറഞ്ഞിട്ട് അടി ഉണ്ടാക്കാൻ നിൽക്കുന്നുണ്ട്. എന്നാൽ ചെങ്ങിയുവാണെങ്കിൽ ഞാൻ നിനക്ക് വേറെ വാങ്ങിച്ചു തരാമെന്ന് പറയാണ്. അതിനുശേഷം ശീശോങ്ങാണെങ്കിൽ ആ റൂമിൽ ചെന്ന് കിടക്കുന്നുണ്ട്. എന്നാൽ പുറത്ത് ചെങ്ങിയും ജിയാൻ കൂടെ ആയിട്ട് കളിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സൗണ്ടൊക്കെ അവൻ കേൾക്കുമ്പോഴത്തേക്കും അവനൊന്നും ഉറങ്ങാൻ പറ്റുന്നില്ല. ചെങ്ങിനെ അവൻ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പുറത്തേക്ക് വന്നിട്ട് ഞാൻ വീട്ടിൽ പോകാണെന്ന് പറയുമ്പോൾ ജിയാങ്ങാണെങ്കിൽ എന്ത് പറ്റി, ഞങ്ങളുടെ ബഹളം കാരണം നിനക്ക് ഡിസ്റ്റർബൻസ് ആയോ, ഉറങ്ങാൻ പറ്റാത്തതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം ശീശോങ്ങ് അല്ല, എനിക്കാണെങ്കിൽ എന്തോ ഇവിടെ കിടന്നിട്ട് അങ്ങോട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, എനിക്കാണെങ്കിൽ വേറെ പുതിയ വല്ല ബെഡിലും കിടന്നാൽ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ജിയാങ് മുമ്പ് നിനക്ക് എൻ്റെ ക്ലിനിക്കിൽ വന്ന് നിൽക്കുന്ന സമയത്ത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുന്ന സമയത്ത് അത് മുമ്പ്, പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലായി എനിക്കാണെങ്കിൽ ആ ഒരു കിടക്കുന്ന സ്ഥലത്ത് തന്നെ കിടന്നില്ലെങ്കിൽ ഉറങ്ങാൻ പറ്റില്ലെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ചെങ്ങിൻ്റെ കൂടെ ബെഡിൽ കിടന്ന് ഉറങ്ങുന്ന കാര്യമാണ്. അങ്ങനെ അതും പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ കാറിൽ പോകുന്ന ടൈമിൽ റേഡിയോയിൽ പറയുന്നുണ്ട് നാളെ ഭയങ്കര ശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന്. ആട്ടേൻ അവ ആലോചിക്കുന്നുണ്ട് ഞാൻ കുറച്ച് തുണികളെങ്ങാനും പുറത്തെങ്ങാനും ഇട്ടോന്ന്. എന്നാൽ പിന്നീട് അവ ആലോചിക്കുന്നുണ്ട് പറയും പോലെ ഞങ്ങളുടെ ഇപ്പോൾ ഡ്രയർ ഉണ്ടല്ലോ, തുണി അതുകൊണ്ട് പുറത്തിടേണ്ട ആവശ്യമില്ലല്ലോ, അതൊക്കെ ഉണ്ടെന്ന് ഇറങ്ങി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരിക്കുമെന്ന്. അപ്പോൾ അത് പറയുമ്പോഴത്തേക്കും അവൻ അമ്മേനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ച് വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ മുമ്പ് അച്ഛനും അമ്മയായിട്ടൊക്കെ ഒരുമിച്ചുണ്ടായിരുന്ന ഒത്തിരി മൊമെൻറ്റ്സ് അവൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതിനുശേഷം ചെങ്ങിൻ്റെ അച്ഛനെ കാണിക്കുമ്പോൾ അയാൾ നൈറ്റ് റൂമിലേക്ക് വരുന്ന സമയത്ത് അന്ന് ശീശോനെ തട്ടിക്കൊണ്ടുവന്നപ്പോൾ റൂമിൽ ഒരു വെയ്സ് ഇരുന്നത്
അവൻ താഴേക്കിട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതേ സെയിം ഒരു വേസ് ഇപ്പോൾ അയാൾ റൂമിൽ ഇരിക്കുകയാണ്. കാണുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നുണ്ട് അത് ചെങ്ങ് വാങ്ങിച്ചുകൊണ്ട് വച്ചതാണെന്ന്. കാരണം മോർണിംഗിൽ ചെങ്ങാണെങ്കിൽ ഇയാൾ കാണാതെ എന്തോ ഒരു സാധനം ഇങ്ങനെ മറച്ച് പിടിച്ചുകൊണ്ട് പോകുന്നത് ഇയാൾ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെങ്ങ് വീണ്ടും അത് വാങ്ങിച്ചു കൊടുത്ത് കണ്ടിട്ട് ഇയാൾക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ചെങ്ങിൻ്റെ അടുത്തേക്ക് റൂമിലേക്ക് സംസാരിക്കാനായിട്ട് ചെന്നിരിക്കുന്നുണ്ട്. എന്നാൽ രണ്ടുപേരും ഒന്നും മിണ്ടുന്നില്ല, മര്യാദയ്ക്ക് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അവസാനം അച്ഛൻ ചോദിക്കുന്നുണ്ട്, എന്താണ് പ്ലാൻ? ഇതേപോലെ തന്നെ ഒത്തിരി പേരെ ഇങ്ങനെ ഡേറ്റ് ചെയ്ത് കളിച്ചുകൊണ്ട് നടക്കാനാണ് നിൻ്റെ തീരുമാനമെന്ന്. ചെങ്ങപ്പോൾ അതൊക്കെ പണ്ടായിരുന്നു, ഇപ്പം എൻ്റെ ലൈഫിൽ ശീശോങ്ങ് മാത്രമേ ഉള്ളൂ, അവൻ മാത്രമേ ഉണ്ടാവത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അച്ഛനെപ്പോൾ നീ എന്ത് തീരുമാനിച്ചിട്ടാണ്? നീ ആണെങ്കിൽ ഒരു പയ്യൻ്റെ കൂടെയാണോ ജീവിക്കാൻ പോകുന്നത്? ആൾക്കാരെന്തെങ്കിലും പറയത്തില്ലേന്ന് ചോദിക്കുമ്പോൾ അവരെന്തോണം പറയട്ടെ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. ആ സമയം ഭാവിയിൽ നിങ്ങൾക്ക് കുട്ടികളൊന്നും ഉണ്ടാവില്ല, അതിനെപ്പറ്റിയും ആൾക്കാർ സംസാരിക്കുമ്പോൾ നീ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എങ്ങപ്പോൾ ഞാൻ മറ്റുള്ളവരുടെ ഫീലിങ്സ് ചെക്ക് ചെയ്യാറില്ല, പിന്നെ ഒരു മകൻ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഭാവിയിൽ എപ്പോഴും ഓക്കെ ആവണമെന്നില്ല. കാരണം ഇപ്പോൾ എന്നെ തന്നെ കണ്ടില്ല, ഞാൻ കാരണം നിങ്ങൾക്ക് എപ്പോഴും ടെൻഷനല്ലേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. ആ സമയം എൻ്റെ അച്ഛനാണെങ്കിൽ നീയാണെങ്കിൽ ഒരു ഇതിനും കൊള്ളത്തില്ലല്ലോ, ഞാൻ എന്ത് പറഞ്ഞാലും എനിക്കെതിരെ നിൽക്കുകയാണല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും അവനാണെങ്കിൽ അച്ഛൻ ഇത്തവണ എന്നെ ഒന്ന് വിശ്വസിക്കുക, ഇപ്പം ഞാൻ ശീശു അങ്ങും ഫ്യൂച്ചറിനകത്തേക്ക് വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്യുന്നത്, ഞങ്ങൾ ഇപ്പോൾ തന്നെ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തില്ലേ, അത് തന്നെ അതിനുള്ള എക്സാമ്പിളാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ അച്ഛനാണെങ്കിൽ ആ ഒരു കമ്പനി കൊണ്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല, റിട്ടയർമെൻറ്റ് ഇൻഷുറൻസിനുള്ള കാര്യം പോലും കിട്ടൂല എന്ന് പറയുന്നുണ്ട്. ചെങ്ങപ്പോൾ ഞാനിന്നിവിടെ വന്നത് തന്നെ ശീശു അങ്ങ് പറഞ്ഞിട്ട് നിങ്ങളൊരു ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന്. ഇവിടെ വന്നപ്പോൾ മനസ്സിലായി നിങ്ങൾക്ക് ഞാനുമായിട്ട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്, അതുകൊണ്ട് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. അടുത്ത് ശീശു അങ്ങനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ അവൻ്റെ വീട്ടിലാണുള്ളത്. നന്നായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. അവനിങ്ങനെ ഒറ്റയ്ക്ക് കിടക്കുമ്പോഴത്തേക്കും അവന് പേടിയൊക്കെ ആവുന്നുണ്ട്. ആ സമയം എന്തോ സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കാണ് ചെങ്ങ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ചെങ്ങാണെങ്കിൽ എന്നിട്ട് നീ പേടിച്ച് പോയെന്ന് ചോദിച്ചപ്പോൾ ശീശോങ് ഇല്ലയെന്ന് പറയുന്നുണ്ട്. ചെങ്ങ് ഒന്ന് ബെഡിലേക്ക് ഇരിക്കുമ്പോൾ പെട്ടെന്ന് ശീശോങ് ഹഗ് ചെയ്തിട്ട് ഞാൻ പേടിച്ച് പോയി, നീ പോയപ്പോൾ തിരിച്ച് വരത്തില്ല എന്ന് ഓർത്ത് എനിക്ക് ടെൻഷനായി പോയി എന്ന് പറയുമ്പോൾ ചെങ്ങാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, ഞാൻ നിന്നെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് പോകത്തില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ചെങ്ങിൻ്റെ അമ്മയാണെങ്കിൽ തിരിച്ച് വീട്ടിലേക്ക് വരാണ്. വന്നപ്പോൾ ചേച്ചീനെയും ചേച്ചിയുടെ മോനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മോൻ്റെ പേര് ദൗദവ് എന്നാണ്. സോ ദൗദവിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ ചെങ്ങിൻ്റെ അച്ഛനാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് അവനോട് ഒളിച്ച് കളിക്കുന്നൊക്കെ ഉണ്ട്. അന്ന് മൊത്തം അവനോട് ഫുള്ള് കളിയായിരുന്നു. ആ സമയം ചെങ്ങും വീട്ടിലേക്ക് വരുന്നുണ്ട്. പിന്നെ കുറേ നേരം അവനാണെങ്കിൽ ചെങ്ങിൻ്റെ അവിടെ കളിയായി. നൈറ്റ് ആയപ്പോഴത്തേക്കും എല്ലാവരെയും ഫുഡ് കഴിക്കാനായിട്ട് വിളിക്കുന്ന സമയത്ത് ദൗദവനെ ഒരിടത്തും കാണുന്നില്ല. ടെൻഷനായിട്ട് ചെങ്ങിൻ്റെ അച്ഛനും അമ്മയും ചേച്ചി എല്ലാവരും കൂടെ ഇട്ട് വീട് മൊത്തം അവൻ അന്വേഷിക്കുന്നുണ്ട്. ആ സമയമാണ് ആ ചെങ്ങ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അവനെങ്ങാനും ദൗദവനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടായിരിക്കുമോ എന്നിങ്ങനെ അവർ ആലോചിക്കുകയാണ്. ആ സമയം തന്നെ ചെങ്ങ് മെസ്സേജ് അയച്ചിട്ട് ഇതുപോലെ ദൗദവനെ ഇങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയമാണ് ചെങ്ങിൻ്റെ ചേച്ചിക്കൊന്ന് സമാധാനം വന്നത്. എന്നിട്ട് ചേച്ചിയാണെങ്കിൽ ദൗദവനെ തിരിച്ച് വിളിച്ചുകൊണ്ട് വരാനായിട്ട് പോകുന്നുണ്ട്. അതേസമയം ചെങ്ങാണെങ്കിൽ ശീശോങ്ങിൻ്റെ അടുത്തേക്ക് തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. വരുമ്പോൾ ശീശോങ്ങിൻ്റെ അടുത്ത് നിനക്കൊരു സർപ്രൈസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ശീശോങ് എന്താണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ദൗദവാണെങ്കിൽ അവൻ്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നുണ്ട്. ശീശോങ്ങിന് ദൗദവനെ കാണുമ്പോഴേ ഇഷ്ടപ്പെടുന്നുണ്ട്. നീ ഭയങ്കര ക്യൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ എടുത്ത് വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദൗദവ് ആണെങ്കിലും എബ്രോഡിൽ നിന്ന് പയ്യനായതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിൽ കുറേയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം ശീശോങ് ആണെങ്കിൽ അവൻ ഉണ്ടാക്കുന്ന ആ ഒരു ക്യാൻഡി ഫിഗറൻസ്, ആ ഒരു മുട്ടായി സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ദൗദവിന് ഇഷ്ടമുള്ളതെല്ലാം എടുക്കാനായിട്ടും പറയുന്നുണ്ട്. ആ സമയമാണ് അങ്ങോട്ടേക്ക് നമ്മുടെ ചെങ്ങിൻ്റെ ചേച്ചി വന്നിട്ട് ദൗദവിനെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ നോക്കുന്നത്. എന്നാൽ ദൗദവാണെങ്കിൽ ഇല്ല, എനിക്ക് ആൻറ്റീയുടെ കൂടെ കുറേ നേരം കളിക്കണമെന്ന് പറയുന്നുണ്ട്. ഞാൻ ആൻറ്റി എന്ന് വിളിച്ചത് ശീശോങ്ങിനെയായിരുന്നു. ആ ഒരു സംസാരം കേൾക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചെങ്ങിൻ്റെ ചേച്ചി എന്തുവാ ഇത് എന്നൊരു രീതിയിൽ നമ്മളെ ചെങ്ങിനെ നോക്കുന്നുണ്ട്. ചെങ്ങാണെങ്കിൽ അവ ആൻറ്റി തന്നെ എന്നൊരു രീതിയിൽ തലയാട്ടുന്നുണ്ട്. ആ സമയം ശീശോങ്ങാണെങ്കിൽ ദൗദവിൻ്റെ അടുത്ത് നീ ഇപ്പോൾ വീട്ടിൽ പോക്കോ, നമുക്കിനി വീണ്ടും കാണാൻ വരുന്ന സമയത്തേക്ക് ഞാൻ കുറേ മുട്ടായി വാങ്ങിച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ദൗദവിനെ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട്. തിരിച്ച് വീട്ടിലെത്തി കഴിയുമ്പോഴത്തേക്കും ചെങ്ങിൻ്റെ ചേച്ചിയുടെ അടുത്ത് അച്ഛനാണെങ്കിൽ എനിക്ക് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പിടിച്ചിരുത്തുന്നുണ്ട്. എന്നിട്ട് ഇപ്പോഴും ചെങ്ങാണെങ്കിൽ ശീശോങ്ങിൻ്റെ കൂടെയാണ് താമസിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ചേച്ചിയാണെങ്കിൽ അതെ, എനിക്ക് തോന്നുന്നത് അവനാണെങ്കിൽ അവൻ്റെ പാർട്ണറിനെ ചൂസ് ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ, അച്ഛനാണെങ്കിൽ ഒന്ന് സമ്മതിച്ച് കൊടുക്കാനായിട്ട് പറയുന്നുണ്ട്. ആ സമയം അച്ഛനാണെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പ് സൊസൈറ്റി ഇറങ്ങി കഴിഞ്ഞാൽ അവർ എന്നെയല്ലേ മോശമായിട്ട് നോക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ചേച്ചിയാണെങ്കിൽ ഇപ്പോൾ മുമ്പത്തെ പോലെയല്ല, ഒത്തിരി ആൾക്കാർ ഓപ്പൺ മൈൻഡഡ് ആവുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു വിഷയം പ്രശ്നമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അച്ഛനൊന്ന് സമ്മതിച്ച് നോക്കാനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ അച്ഛനാണെങ്കിൽ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. പിറ്റേ ദിവസം വീട്ടിൽ നിൽക്കുന്ന ടൈമിന് ചേച്ചിക്ക് ഒരു കോൾ വരുന്നുണ്ട്. സംഭവം ഇപ്പം ചെങ്ങനെയാണെങ്കിൽ പോലീസുകാർ പിടിച്ചുകൊണ്ട് പോയിക്കുകയാണ്, കമ്പനിയിൽ നിന്ന് ടാക്സിൻ്റെ ഇവാഷൻ നടന്നു എന്ന് പറഞ്ഞിട്ട്. ഇത് കേൾക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട് അതെന്തെങ്കിലും തെറ്റിദ്ധാരണയായിരിക്കും, ചെങ്ങ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന്. ആ സമയം അച്ഛനാണെങ്കിൽ മിക്കവാറും ശീശു ഒന്ന് എന്തെങ്കിലും പണി ഒപ്പിച്ചിട്ട് എൻ്റെ മോനെ കുടുക്കിയതായിരിക്കും എന്നും പറയുന്നുണ്ട്. ഇതേസമയം ശീശു അങ്ങോട്ട് ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നും അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ സമയം ചെങ്ങിയുമാണ് വിളിച്ച് പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ ടാക്സിൻ്റെ ആ ഒരു അക്കൗണ്ടിങ് ഡീറ്റെയിൽസ് എല്ലാം വേറെ 2-3 സ്റ്റാഫിനോട് ഇരുന്നിട്ട് അവനാണെങ്കിൽ എടുത്ത് നോക്കുന്നുണ്ട് എന്താണ് പ്രശ്നം, എവിടെയെങ്കിലും വല്ല തട്ടിപ്പോലും നടന്നിട്ടുണ്ടോയെന്ന്. എന്നാൽ അതിൻ്റെ അത് നോക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കൗണ്ട് ചെക്ക് ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ആ ഒരു അക്കൗണ്ടിൻ്റെ പാസ്വേഡ് അറിയാമെന്നുള്ള ഒരു പെൺകുട്ടി കൂടെ ഇരിപ്പുണ്ടായിരുന്നു. ആ പെൺകുട്ടിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് വേറെ ആർക്കെങ്കിലും ആ ഒരു അക്കൗണ്ടിൻ്റെ പാസ്വേഡ് പറഞ്ഞു കൊടുത്തോന്ന്. ആ സമയം പെൺകുട്ടി ഇല്ല. പക്ഷേ ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലിന്നാണെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് അക്കൗണ്ടിൻ്റെ കാര്യം നോക്കിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ സമയം ശീശു അങ്ങ് പക്ഷേ ലിന്നിന് അവിടെയല്ലോ വർക്ക് എന്നിങ്ങനെ പറയുമ്പോൾ വേറൊരു സ്റ്റാഫ് പറയുന്നുണ്ട്. പക്ഷേ ഞാൻ റെസ്യൂം കണ്ടായിരുന്നു, ലിന്നാണെങ്കിൽ അക്കൗണ്ടിങ് പഠിച്ചിട്ടായിരുന്നു ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്, മിക്കവാറും ലിന്നായിരിക്കും ഇതിൻ്റെ പുറകിലെന്ന് പറയുമ്പോൾ ലിന്നിനുണ്ടെ
തന്നെ വിളിച്ച് വരുത്താനായിട്ട് പറയുന്നുണ്ട്. എന്നാൽ ഇന്ന് ലീവിലാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നീട് ശീശോങ് ആണെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ചെങ്ങാണെങ്കിൽ മിക്കവാറും ജയിലിലാവും എന്നൊരു ഇതാവുന്നതുകൊണ്ട് തന്നെ അവനാണെങ്കിൽ ജയിലിനെ പറ്റിയിട്ട് എത്ര വർഷം കിടക്കേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ ഫോണിൽ സെർച്ച് ചെയ്യാണ്. ജിയാങ് അപ്പോൾ ഫോൺ പിടിച്ച് മാറ്റിയിട്ട് മതി മതി എന്നൊക്കെ പറയുന്നുണ്ട്. കൂടെ അപ്പോൾ ചെങ്ങു ഇരിക്കുന്നുണ്ടായിരുന്നു. ചെങ്ങുവിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒരു ഹെൽപ്പ് എനിക്കാണെങ്കിൽ അവനൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ ചെങ്ങു ആണെങ്കിൽ നിങ്ങളുടെ ഒരുമിച്ചല്ലേ ആ ഒരു കമ്പനി പാർട്ട്നേഴ്സായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നത്, അതുകൊണ്ട് തന്നെ നിന്നെ കാണാനായിട്ട് സമ്മതിക്കത്തില്ല. പക്ഷേ പേടിക്കണ്ട, ഞാനാണെങ്കിൽ ഒരു ലോയറിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നമുക്ക് അന്വേഷിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയം ശീശോങ് ആണെങ്കിൽ അവനവിടെ നന്നായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ടായിരിക്കും, നല്ല ഫുഡ് കിട്ടുന്നുണ്ടായിരിക്കും, നന്നായിട്ട് ഉറങ്ങുന്നുണ്ടായിരിക്കും എന്നൊക്കെ ചോദിക്കുകയാണ്. ജിയാങ് അപ്പോൾ നീ ടെൻഷൻ ആവാതെ എന്ന് പറയാണ്. അതേസമയം ഷെങ്ങിനെ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ അവിടെ സെല്ലിൽ കിടക്കുകയാണ്. ആ സമയം പോലീസുകാരൻ അവന് ഫുഡ് കഴിക്കാനായിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട്. എന്നാൽ അവനത് വാങ്ങുന്നില്ല. അയാളെ പോ, നീ ഫുഡ് കഴിക്കണം, നിനക്കുള്ള ലോയർ നിന്നെ കാണാനായിട്ട് നാളെ വരുന്നുണ്ട്, പിന്നെ ഇന്നത്തെ ഫുഡ് നല്ലതാണെന്ന് പറഞ്ഞിട്ട് അത് അവന് കൊടുത്തിട്ട് അയാൾ പോകുന്നുണ്ട്. എന്നാൽ അവനത് കഴിക്കുന്നില്ല. പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം ജിയാങ്ങിൻ്റെ ക്ലിനിക്കിൽ ജിയാങ്ങും ശീശോങ്ങും ഇരിക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ചെങ്ങി വരുന്നുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ചെങ്ങുവാണെങ്കിൽ ഒരു കാര്യം അറിയാൻ പറ്റി, ഇതിൻ്റെ പുറകിലുണ്ടായിരുന്ന ആൾ വാങ്ഷൻ ലോങ് എന്ന് പറഞ്ഞിട്ട് ഒരാളാണ്, അയാളെ നിനക്ക് അറിയാമോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ഇട്ട് വരുന്നവരെ ബൈ.